എനിക്കിപ്പോൾ ഹോസ്പിറ്റലിനെ കുറ്റം പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. കാരണം ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനുമില്ല. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു അറവുശാലയാണ്. കാശ് മാത്രം മതി. നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു രീതിയിലാണ്. കാരണം നമ്മളും കൂടി ഇനി അവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാവണം അവർ നമ്മളെ ഇത്രയും എന്നാൽ ഈ ആളവിടെ ജീവനാണ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരുടെ പുറകെ നടന്ന് കാല് പിടിക്കുമായിരുന്നു. ഡെത്തായതിനു ശേഷം ഭയങ്കര അങ്ങൾ പറഞ്ഞാൽ ഭയങ്കര 5 സ്റ്റാർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്കവിടെ. എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു. 2-3 ആൾക്കാർ അമ്മയെ പിടിക്കാൻ വരുന്നു, വെള്ളം എടുത്തുകൊണ്ട് വരുന്നു, എനിക്ക് കസേര എടുത്തുകൊണ്ട് ഇട്ട് വരുന്നു, എന്നെ ഇരുത്തിക്കുന്നു, വെള്ളം കൊണ്ടുവരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നേരം ഇവർക്ക് തിരിഞ്ഞു നോക്കാൻ വയ്യായിരുന്നു. കാണുമ്പോഴേ പറയുന്നത് ഇൻഷുറൻസ് ഉണ്ടോ, 2 ലക്ഷം രൂപയാവും, 4 ലക്ഷം രൂപയാവും എന്നാണ് അവർ ആദ്യമേ പറയുന്നത്. ഏതോ ഒരു ആർട്ടറിയോ ഏതോ ഒരു വാൾവ് 100% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് നേരത്തെ അറിയായിരുന്നു. ഇതൊന്നും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ഇന്നലെ മുന്നത്തെ ദിവസം 17-ാം തീയതി രാത്രിയെ നമ്മൾ അവിടെ നിന്ന് മാറ്റിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനമായപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് ഇവരുടെ വാക്കുകൾ തന്നെ ഇവർ ട്വിസ്റ്റ് ചെയ്ത് നമ്മളെ ഇങ്ങനെ വേണ്ടി ഇവർക്ക് ദേ ലിറ്ററലി ഗുഡ് മാനിപ്പുലേറ്റ് വേറൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവരെ കൊണ്ട് എന്നോട് വേറെ സീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം 9 മണിക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അഖിലിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് വെള്ളം അടിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പം അവരുടെ SKയുടെ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത്. വെള്ളം അടിച്ചിട്ടൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അവർ വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ലാതെ. ഇവർക്ക് ഇപ്പോൾ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ്. ഡോക്ടേഴ്സിനെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഒരു ഇതുമായിട്ടൊക്കെ വന്നിരിക്കുക. യഥാർത്ഥത്തിൽ അവിടെ ആദ്യം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസിനെ കൊണ്ടുവരുന്നത് അഖിലിൻ്റെ ഫാമിലിയിൽ നിന്നാണ്. ചെറിയൊരു പെയിൻ ഉണ്ടോ പോലെ തോന്നി. അപ്പോൾ ആദ്യം അവരെ ഗ്യാസാന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ അങ്ങനെ ഒരു പെയിനല്ല ജസ്റ്റ് ഒരു പിടുത്തം പോലെ വന്നപ്പോഴത്തേക്കും അമ്മയുടെ ഒരു ഫ്രണ്ടും കൂടെ നേരെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആദ്യം പേര് കൂടെ പോകുന്നതാണ് അവർ വിചാരിച്ചത്. പിന്നെ അവിടെ അറിയാമല്ലോ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അവർ സമയത്ത് കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അവിടെ തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ SKയിലോട്ടിലേക്ക് അവർ രണ്ടുപേരും കൂടെ SKയിലോട്ട് കൊണ്ടുപോയി. SKയിൽ കൊണ്ടുപോയി ആദ്യം കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. കാഷ്വാലിറ്റിയിൽ നിന്ന് അവർ കാർഡിയാക്കിലോട്ട് റെഫർ ചെയ്ത് കാർഡിയാക്കിലോട്ട് വിട്ടു. കാർഡിയാക്കിൽ എക്കോ ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കാരണം ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ ഫ്രണ്ടാണ് ഉണ്ടായിരുന്നത്. പുള്ളിക്കാരനോട് ചോദിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പം ഡോക്ടർ നമ്മളോട് ഇങ്ങനെ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ കാത്ത് ലാബ് വർക്കിംഗ് അല്ല, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെഡിസിൻ ഉണ്ട് ട്രാംപുലൈസ് ചെയ്യാനുള്ള, അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ദെൻ അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് നമുക്കും ഉണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതല്ലല്ലോ. അപ്പം നമ്മൾ പക്ഷേ ഡോക്ടറിനോട് ചോദിച്ചു ഇപ്പോൾ എന്താണ് കണ്ടീഷൻ, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണോ, അതേ ഇപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പം ഒരു മൈനർ അറ്റാക്കാണ്, പേടിക്കാനൊന്നുമില്ല, മരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ട്രാംപുലൈസ് ചെയ്യാനോ അങ്ങനെ ഒരു മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോട്ട് അലിഞ്ഞു പോവും. അപ്പം 6 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മെഡിസിൻ കൊടുത്തിട്ട് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 6 മണിക്കൂറാണ് അതിനുള്ള ടൈം. 6 മണിക്കൂർ കഴിഞ്ഞ് ടെസ്റ്റിനുള്ളത് വിട്ടിട്ട് റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് കാത്ത് ലാബ് അവർ നേരെയാക്കി ആൻജിയോപ്ലാസ്റ്റി ചെയ്യും എന്നുള്ള രീതിയിലാണ് ഡോക്ടർ സംസാരിച്ചത്. അപ്പം ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഓപ്ഷൻ തന്ന സ്ഥിതിക്ക് ഇതും സേഫാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും അതിനെതിരെ നീങ്ങില്ല. നമ്മളും ഓക്കെ പറഞ്ഞ് നമ്മളതിനുള്ള കൺസൾട്ട് ഫോം കൊടുത്തു, മരുന്ന് കൊടുത്തു. അച്ഛൻ ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് മാറ്റി അവിടെ പോയതിനു ശേഷം പിന്നെ ഡോക്ടറിൻ്റെ ഒരു വിവരമില്ല, ഡോക്ടറിനെ കാണാനില്ല. അവിടെ ചെന്ന് നമ്മൾ കുറച്ചധികം അപ്ഡേറ്റ്സിന് വേണ്ടി ചോദിക്കാൻ വേണ്ടി ICUയുടെ പുറത്ത് വന്നിട്ട് സെക്യൂരിറ്റിനകത്തോട്ട് വിടും. അവിടെ ബെല്ലടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രാത്രി ആവുന്നതിന് മുന്നേ നമ്മൾ കുറച്ചധികം നോക്കി. ഒരു വട്ടം ഇടയ്ക്കൊരു 4:30 വിസിറ്റേഴ്സ് ടൈം ഉള്ളപ്പോൾ മാത്രം നമ്മൾ ജസ്റ്റ് കയറി കണ്ടു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, AC തണുപ്പുള്ളതുകൊണ്ട് ആ ഒരൊറ്റ സീൻ മാത്രം ഉണ്ടാകുന്നുള്ളൂ. തന്നെ ബ്ലാങ്കറ്റ് മൂടി സംസാരിക്കുമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്യൂബൊക്കെ ഇട്ടിരുന്നുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി കാണുമല്ലോ, ജസ്റ്റ് ഇവിടെ എന്തൊക്കെയൊക്കെ ട്യൂബ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഈ 6 മണിക്കൂർ ആവാറായപ്പോഴത്തേക്കും നമ്മൾ പിന്നെയും അപ്ഡേറ്റ്സിന് വേണ്ടി അവിടെ പോയി ബെല്ലടിച്ച് നോക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി മേടിച്ച് തരണം, മരുന്ന് മേടിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമേ ഇത് പുറത്ത് വരും. അതൊക്കെ നമ്മൾ അപ്പം തന്നെ മേടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഈ 6 മണിക്കൂർ കഴിയാറായപ്പോഴത്തേക്ക് അവിടെ ചെന്ന് സെക്യൂരിറ്റിനകത്തോട് കയറ്റി വിടും. സെക്യൂരിറ്റി അവിടെ പുറത്തിരിക്കുന്ന ആൾ നമ്മളോട് ബെല്ലടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരകത്തോട് കയറി പോകുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മളോട് ഇറങ്ങിയതായിട്ട് പറയുന്നത് നഴ്സുമാരൊന്നും അവിടെ ഇല്ല, എല്ലാവരും ബാക്ക് സൈഡിലായിരിക്കും. എന്നാൽ ICUവിനകത്ത് ഞാൻ 2ാമത്തെ ദിവസം കയറിയപ്പോൾ ഒരു ഇത്ര ഉള്ളൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഈ അറ്റത്തൊന്നുമില്ല, ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ അവർക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോഴത്താണ് നഴ്സിംഗ് സ്റ്റേഷൻ, ആ ഡോറിൻ്റെ അവിടെ നഴ്സിംഗ് സ്റ്റേഷൻ. അതിനകത്ത് അവിടെ ആരും ഇല്ലെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. എല്ലാ ലൈറ്റ്സും ഓഫാണ്, രാത്രിയാണ്, ഓഫ് കോഴ്സ് ലൈറ്റ്സൊക്കെ ഓഫാണ്. നഴ്സുമാരൊന്നും അവിടെ കാണുന്നില്ല. അവർ ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ വിളിക്കാൻ വരും. പുള്ളിക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല.
അപ്പോൾ നമ്മൾ കുറച്ചധികം നോക്കി ആരെയും കണ്ടില്ല. എന്നിട്ട് ഇതേപോലെ ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ്ലി നമ്മളവിടെ കിടന്ന് സെക്യൂരിറ്റിനെ ശല്യപ്പെടുത്തി അവസാനം ഒരു ഡ്യൂട്ടി ഡോക്ടർ ഇറങ്ങി പുറത്തു വന്നു. ആ ഡ്യൂട്ടി ഡോക്ടറിന് ഞാൻ ശ്രീത്രയിലെ ICUയിലുള്ള കാർഡിയക് ICUയിലുള്ള ഡോക്ടറിനെ കൊണ്ട് ഈ ഡ്യൂട്ടി ഡോക്ടറിനോട് സംസാരിപ്പിച്ചു. അപ്പം ഡ്യൂട്ടി ഡോക്ടർ പുള്ളിക്കാരിനോട് ശ്രീത്രയിലെ ഡോക്ടറിനോട് പറഞ്ഞത് ഇങ്ങനെ പേഷ്യൻ്റ് ഇപ്പോൾ ഹീമോഡൈനാമിക്കലി സ്റ്റേബിളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ട്രാമ്പുലേസ് ചെയ്യാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്, മരുന്നിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, അപ്പോൾ അതിനതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഈ രാത്രി ഡിസ്ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എന്നോട് അവിടുത്തെ ശ്രീധര ഡോക്ടർ കോൾ കഴിഞ്ഞിട്ട് പറഞ്ഞത് പേഷ്യൻ്റ് ഇത്ര സ്റ്റേബിളായ സ്ഥിതിക്ക് രാത്രി എടുത്തുകൊണ്ട് ഓടണ്ട, അടുത്ത ദിവസം രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് അവിടെ OP തുറക്കുമ്പോൾ 9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് ആംബുലൻസിൽ നേരെ കൊണ്ടുവന്നാൽ മതി, ബാക്കി അവിടെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ ആൻജിയോപ്ലാസ്റ്റി മെഷീൻ ചീത്തയായിരിക്കുവാണെന്നാണല്ലോ അവർ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ കോളിനകത്ത് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഈവനിങ്ങിൽ മറ്റേ കാത്ത് ലാബ് അവർ ഓൾറെഡി നേരെ ആക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ പോസ്റ്റ് ചെയ്തത് രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് പോസ്റ്റ് ചെയ്യാൻ ഇവർ ഈവനിങ് നേരെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമായിരുന്നു. അത് അവർ അടുത്ത ദിവസം 2ാമത്തെ ദിവസം ഇവർ പറയുന്നുണ്ട് ഇവർ ആദ്യമേ ഇത് സീരിയസ് ആണെന്ന് കണ്ടുപിടിച്ചതാണ്. പക്ഷേ നമ്മളോട് ആദ്യം പറഞ്ഞത് മൈനർ അറ്റാക്കാണ്. ഇപ്പം ശരി, അവരെന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞു, മൈനർ ആയാലും മേജർ ആയാലും അറ്റാക്ക് എല്ലാം ഭയങ്കര സീരിയസ് ആണെന്ന് 2ാമത്തെ ദിവസം കാർഡിയാക് അറസ്റ്റൊക്കെ കഴിഞ്ഞ് ഡെത്ത് കഴിഞ്ഞിട്ടുള്ള സംസാരത്തിൽ അവരിങ്ങനെ പറഞ്ഞു. ഞാൻ മെഡിക്കൽ സ്റ്റുഡൻറ്റോ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളോ ഒന്നുമല്ല, നമ്മളാരുമല്ല. ഒരു ഡോക്ടർ വന്നിട്ട് നമ്മളോടൊരു മൈനർ അറ്റാക്കാണ്, പേടിക്കാനൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? ഒരു മൈനർ അറ്റാക്കാണ്, അത് ഭയങ്കര സീരിയസ് ആണെന്ന് നമ്മുടെ തലയിൽ കൂടെ പോകില്ല. മേജർ അറ്റാക്കാണ് നമ്മുടെ തലയിൽ കൂടെ പോകില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവസാനമായപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് ഇവരുടെ വാക്കുകൾ തന്നെ ഇവർ ട്വിസ്റ്റ് ചെയ്ത് നമ്മളെ ഇങ്ങനെ വേണ്ടി ഇവർക്ക് ദേ ലിറ്ററലി കുഡ് മാനിപ്പുലേറ്റ് വേറൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവരെ കൊണ്ട് എന്നോട് വേറെ സീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം 9 മണിക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. കാരണം എനിക്കിതിനെ ടെക്നിക്കലി ഈ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള നോളജൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് തന്നെ ഇതിൽ ഡോക്ടർ ആദ്യം അറ്റാക്കാന്ന് പറയുന്ന അവിടെ ICUവിനകത്ത് നിൽക്കുന്ന നേഴ്സ് അറ്റാക്കേ വന്നിട്ടില്ലെന്ന് അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ദിവസം മൈനറാണെന്ന് പറഞ്ഞ സാധനം സിവിയർ അറ്റാക്കാന്ന് പറഞ്ഞു. ഈ കാർഡിയാക് അറസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് എന്തൊക്കെയോ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ BP ഡ്രോപ്പായി കാർഡിയാക് അറസ്റ്റ് വന്ന് ഞാൻ ICUവിനകത്ത് കയറി ഞാൻ ആ ഫുൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ അവിടെ നിന്ന് കണ്ടതാണ്. അപ്പം എന്നോട് അവിടുത്തെ സീനിയർ ഡോക്ടറുണ്ട്, HOD സുരേഷ് കുമാർ എന്നോട് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു ഏതോ ഒരു ആർട്ടറിയോ ഏതോ ഒരു വോൾവിൽ 100% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് നേരത്തെ അറിയായിരുന്നു. ഇതൊന്നും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ഇന്നലെ മുന്നത്തെ ദിവസം 17-ാം തീയതി രാത്രിയെ നമ്മൾ അവിടെ നിന്ന് മാറ്റിയാണ്. നമ്മൾ മാറ്റാനുള്ള എല്ലാ പ്ലാനിലുമാണ് അവിടെ നിന്നത്. ഞാനും ചേട്ടനും എൻ്റെ ഒരു ഫ്രണ്ട് 3 പേര് അവിടെ നിന്നത് തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് മാറ്റേണ്ടി വന്നാലെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ അന്ന് രാത്രി മാറ്റണ്ടെന്ന് തീരുമാനിച്ചത് ഡോക്ടർ ഇത്ര ഉറപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അടുത്ത ദിവസം 9 മണിക്ക് എന്തായാലും 9 മണിയെന്നല്ല 8 മണിക്കേ നമ്മൾ 8 മണിയല്ല ഈ രാവിലെ 5 മണിയായപ്പോഴത്തേക്കും 18-ാം തീയതി രാവിലെ 5 മണിയായപ്പോഴത്തേക്കും ഒരു നേഴ്സ് നമ്മളവിടെ കുറേ അപ്ഡേറ്റ്സ് നോക്കി, ആരും പുറത്ത് വന്നില്ല. അപ്പം ഒരു നേഴ്സ് പുറത്ത് വന്നപ്പോൾ ചേട്ടൻ പുള്ളിക്കാരിനെ പിടിച്ചെടുത്ത് ചോദിച്ചു എന്താണ് അകത്ത അവസ്ഥ ചെയ്തപ്പോഴേക്കും അപ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത് അച്ഛൻ്റെ BP ഡ്രോപ്പ് ആവുന്നുണ്ട്, BP സ്റ്റേബിൾ അല്ല, BP അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാനിക്കാവാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരെ നമ്മൾ ഇന്നലത്തെ പോലെ അവിടെ ഫുൾ നിന്ന് ആരെങ്കിലും ഒന്ന് പുറത്ത് കിട്ടിയാൽ ഏതെങ്കിലും ഒരു ഡോക്ടറിന് ഒരു നേഴ്സിന് ആരെങ്കിലും ഒന്ന് പുറത്ത് കിട്ടുവാണെങ്കിൽ സംസാരിക്കാൻ നിൽക്കുകയാണ്. പക്ഷേ അതിനകത്ത് ആരും പുറത്ത് വരുന്നില്ല. രാവിലെ 8 മണി 8:30 ഏതാണ്ട് ഒരു 8:45 വരെ നമ്മൾ പുറത്ത് നിന്ന് നമ്മൾ മാത്രമല്ല അഖിലിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് വെള്ളം അടിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പം അവരുടെ SKയുടെ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത്. വെള്ളം അടിച്ചിട്ടൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അവർ വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ലേ. ഇവർക്കിപ്പോൾ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് അവർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ്. അതിപ്പോൾ നമ്മുടെ തലയ്ക്ക് എടുത്തിടാനുള്ള രീതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ്. അതുകൊണ്ട് അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ അത്രയും നേരം അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടാണ് ആരെങ്കിലും ഒരാൾ പുറത്ത് വരുന്നത്. GM ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഒരു ഡോക്ടർ ആദ്യമായിട്ട് ഇത്രയും നേരത്തിന് ശേഷം നമുക്കൊരു ബ്രീഫ് തരാൻ വേണ്ടി നമ്മളെ മാറ്റി നിർത്തി സംസാരിക്കുന്നത്. അത് രാജേഷ് ഡോക്ടർ വന്നിട്ടില്ല, വേറൊരു ലേഡി ഡോക്ടർ, പുള്ളിക്കാരുടെ പേരെനിക്ക് ഓർമ്മയില്ല. അവർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാനും കൂടെയാണ് ചികിത്സിച്ചത്, ഞാൻ അപ്ഡേറ്റ് തരാം എന്നുള്ള രീതിയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായതിന് ശേഷം അതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ പുള്ളിക്കാർ പറയുന്നത് കണ്ടീഷൻ കുറച്ച് മോശമാണ്, സീരിയസ് ആണ്,
കാർഡിയാക് അറസ്റ്റ് അല്ല, അറ്റാക്ക് എന്ന് പറയുന്നതിനകത്ത് മേജറും മൈനറൊന്നും ഇല്ല. പിന്നെ ഇവർ തന്നെ അല്ലേ നമ്മളോട് ആദ്യം ഇത് പറഞ്ഞത്, മേജർ മൈനറൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിച്ചു. അത് തന്നെ അവർ അകത്ത് കയറിപ്പോയി. നമുക്കിപ്പോൾ തന്നെ ഡിസ്ചാർജ് വേണം, എനിക്ക് ശ്രീത്രയിലെ കാര്യം അത്ര ഉറപ്പില്ല, അവിടെ ബെഡ് ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് കോസ്മോയിലോട്ട് മാറ്റാൻ വേണ്ടി റെഫർ ചെയ്ത് തരാൻ പറഞ്ഞു. അവർ ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു ഒരു ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കാൻ. ബില്ല് മേടിക്കാൻ താഴെ പോകുമ്പോഴത്തേക്ക് അവർ ഫയൽ വന്നിട്ടില്ല എന്ന് പറയും. മോളിൽ വന്ന് ഞാൻ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് ICUവിനകത്ത് അവസാനം കയറി നോക്കുമ്പോഴത്തേക്ക് അവർ ഡോക്ടർ ഇങ്ങനെ ഏതൊരു ജൂനിയർ ഡോക്ടറാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ പയ്യെ ഇരുന്ന് എഴുതുക, മറ്റേ പടം വരയ്ക്കുന്ന പോലെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അവർക്ക് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞുണ്ട് രാവിലെ എനിക്ക് മാറ്റണം എന്ന്. അപ്പോൾ അവർക്ക് നേരത്തെ ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കായിരുന്നു, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റെഡിയാക്കായിരുന്നു. എന്നിട്ട് രാവിലെയായി ഈ ഡിസ്ചാർജിൻ്റെ സമയമായപ്പോഴത്തേക്കും കാർഡിയാക് അറസ്റ്റാണ്, ഇൻക്യൂബേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അപ്പോൾ ഞാൻ കൺസെൻറ്റ് കൊടുത്ത് ഇൻക്യൂബേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ നേരെ വെൻറ്റിലേറ്ററിലേക്ക് ആക്കാൻ പോയി. അങ്ങനെ അവർ നേരെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ സെക്കൻഡ് തന്നെ ഇവരെല്ലാ ഡോറും അടച്ച് ഫുൾ കുറ്റിയൊക്കെ ഇട്ട് നമ്മൾ പുറത്ത് വെക്കുക. അപ്പം എനിക്ക് എന്തായാലും കാണണമെന്ന് ഞാൻ തട്ടി അകത്ത് കയറി. ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് എന്താണ് പ്രൊസീജിയർ കാണണമെന്നാണ് ഞാൻ അകത്ത് നിന്നപ്പോഴാണ് എന്നോട് സുരേഷ് സാർ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ 100% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചധികം നേരം അവർ CPR കൊടുക്കാൻ നോക്കി. പിന്നെ ഡെത്ത് കൺഫേം ആയി. ഇതിനകത്ത് നമുക്കിപ്പം കംപ്ലീറ്റ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, ഞാൻ വയ്യാണ്ടിരിക്കണം, ഞാൻ എന്തൊക്കെയൊക്കെ മാറി നിർത്തുക പറയാൻ. സോ ഇപ്പം ഇതിനകത്ത് അവരൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റിയാൽ ഈ ആൻജിയോപ്ലാസ്റ്റി അവർക്ക് നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു ആക്ച്വലി. കാരണം എൻ്റെ 2 വോയിസ് റെക്കോർഡിംഗ് ഉണ്ട് ശ്രീത്രയിലെ ഡോക്ടറിനോട് പറയുന്നത് ഈവനിങ് തന്നെ ഇവർ നേരെയാക്കിയാണ്, അവരത് ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയും വലിയൊരു ഹാർട്ടിന് സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിനകത്ത് ഒരൊറ്റ കാത്ത് ലാബേ ഉള്ളൂ. അവർക്ക് ഒരു സാധനം ചീത്ത വേണമെങ്കിൽ അതിനൊരു ബാക്കപ്പ് അവർക്കില്ലേ. അവിടെ ഓൾറെഡി 2 പേഷ്യൻസ് ഉണ്ടായിരുന്നു സെയിം അസുഖമായിട്ട് വന്നത്. അപ്പം അത് ഈ 2-3 പേഷ്യൻസ് ഒന്നിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കാത്ത് ലാബേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇതിനൊന്നും ആൻസേഴ്സ് അവർ നമുക്ക് തരുന്നില്ല. നമുക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും അവർ നമുക്ക് തന്നിട്ടില്ലായിരുന്നു. ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേഷ്യൻറ്റ് സ്റ്റേബിളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചുമ്മാ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ. ചേട്ടാ, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ, ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബന്ധുക്കളെയൊന്നും അറിയിക്കാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇല്ല, നമ്മളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. രാവിലെ അവർ യഥാർത്ഥത്തിലുള്ള ഒരു അപ്ഡേറ്റ്സും നമുക്ക് തന്നിട്ടില്ല. പിന്നെ രാവിലെ 8 മണിക്ക് ബഹളം ഉണ്ടാക്കിയിട്ടാണ് ICUവിനകത്ത് കയറുന്നത്. 8:30 മണി ആവുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. ബഹളം ഉണ്ടാക്കി അകത്ത് കയറിയതിന് ശേഷമാണ് അവർ ഡിസ്ചാർജിൻ്റെ ഒരു ഇത് തയ്യാറാക്കാൻ തന്നെ തുടങ്ങിയത്. അങ്ങനെ ഡിസ്ചാർജിൻ്റെ ബില്ല് തന്നു. ഞാനും മോനും കൂടെ താഴെ പോയിട്ട് ഡീറ്റെയിൽഡ് ബില്ല് അവിടെ നിന്ന് വാങ്ങിച്ച് കാർഡ് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ ക്യാഷ് അടയ്ക്കാൻ പറ്റും, നമുക്ക് ഒന്നുകൂടെ മുകളിൽ പോയിട്ട് വരാം. മുകളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സെക്യൂരിറ്റി മോനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ രാജേഷ് ഡോക്ടർ അപ്പോഴും വന്നിട്ടുണ്ട്, വിളിച്ചകത്ത് കയറ്റി എന്നെ കയറ്റുന്നില്ല. പിന്നെ ഞാനത് ബഹളം ഉണ്ടാക്കി ഞാനും കൂടെ കയറിയപ്പോൾ കൺവിൻസ് ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാർഡിയാക് ഇതിലേക്ക് വന്നു. അത് അത്രയും നേരം രാജേഷ് ഡോക്ടർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ അടുത്തോട്ട് പോലും വന്നിട്ടില്ല. ഈ കാർഡിയാക് അറസ്റ്റ് വരുവാണെന്ന് പറയാൻ ഇപ്പോൾ വലിച്ച പറഞ്ഞാൽ ബില്ല് നമ്മൾ അടയ്ക്കാണ്ട് നമ്മൾ തിരിച്ച് മുകളിലേക്ക് വന്നപ്പോൾ കാർഡിയാക് അറസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മളോട് മിണ്ടിയിട്ടില്ല പുള്ളി, ആ ഒരു ഏരിയയിലേ വന്നിട്ടില്ല. കാർഡിയാക് അറസ്റ്റാണ്, ഇൻക്യൂബേറ്റ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യമായിട്ട് പുള്ളിക്കാരനെ കാണുന്നത് തന്നെ. അത് നമ്മളോട് ഇങ്ങനെ ഇത് നേരത്തെ ഒന്നും നമ്മളോട് നേരത്തെ പറയാൻ പറ്റത്തില്ലായിരുന്നു. കാണുമ്പോൾ ദെൻ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു വരുത്തി നമ്മൾ ഡിസ്ചാർജിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് BP ഷൂട്ട് ഡൗൺ ചെയ്തു, ഇൻക്യൂബേറ്റ് ചെയ്യണം, അതിനുള്ള കൺസെൻറ്റ് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ബട്ട് ദെൻ ഇവിടെ നിന്ന് ഇറക്കുമ്പോഴത്തേക്കും അറ്റാക്ക് പിന്നെ കാർഡിയാക് അറസ്റ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്യൂബേറ്റ് ചെയ്താൽ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഇൻക്യൂബേറ്റ് ചെയ്യാൻ പറഞ്ഞ കൺസെൻറ്റ് കൊടുത്തു. അപ്പം ആ ഒരു പോയിൻ്റ് വരെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ, നേരത്തെ രാവിലെ വരെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് എന്നിട്ട് രാവിലെ ഇവർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം പറഞ്ഞത് BP വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം then ഈവനിങ് നേരെയായ മെഷീൻ, രാവിലെ 5 മണി വരെ വേറെ സീനൊന്നും വേറൊരു പ്രശ്നം ഇല്ലാണ്ടിരുന്നൊരു മനുഷ്യൻ. അപ്പോൾ ഇത്രയും നേരം അവർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവരത് ചെയ്തിട്ടില്ല. ഈവനിങ് ആ സാധനം നേരെ ആയിരുന്നു, അത് നേരത്തെ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉള്ള പേഷ്യൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ അവിടെ ഇല്ലെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലല്ലേ, ഇതിനുള്ളൊരു എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ ഇല്ലാണ്ടിരിക്കത്തില്ലല്ലോ. ഇതിപ്പം ഒന്നുമില്ല, ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അച്ഛൻ്റെ മാത്രമല്ല അഖിലെന്ന് തന്നെ പുള്ളിക്കാരനും
മരിച്ചു, 2 പേര് മരിച്ചു. എന്നിട്ട് ഇപ്പോൾ അവരുടെ, ഞാനിന്ന് രാവിലെ ഇരുന്ന് അവരുടെ മറ്റേ പ്രസ് റിലീസൊക്കെ കണ്ടായിരുന്നു. അവരവിടെ ഇരുന്നിട്ട് എല്ലാ കുറ്റവും കൂടി ഇപ്പം അടിച്ച് നമ്മുടെ തലയ്ക്ക് വയ്ക്കുകയാണ്. നമ്മുടെ പേര് ഇപ്പം ഈ ഒരു ഫാമിലി, എൻ്റെ ഫാമിലീൻ്റെ പേരിലോട്ടൊന്നും അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ അഖിലിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ പറ്റിയൊക്കെ അവർ നല്ല രീതിക്ക് കുറ്റം പറയുന്നുണ്ട്. ഇപ്പം അഖിലും മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. അഖിൽ മദ്യപിച്ചിരുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ഞാൻ പുള്ളിനെ കണ്ടില്ല. അഖിലിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് മദ്യപിച്ച് പുറത്ത് കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, അവിടുത്തെ ആൾക്കാരെ കയറി പിടിക്കാൻ നോക്കി, അവിടുത്തെ ആൾക്കാരെ അടിക്കാൻ നോക്കി എന്നൊക്കെ പറയുന്നു. ഞാനും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ പുറത്തുണ്ടായിരുന്നു. മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കൊരാൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇല്ല, അവരുടെ കൂടെ പോലീസുകാരും ഉണ്ടായിരുന്നു. മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കറിയാമല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ള ഒരിതിലാണ്. നമ്മൾ ഈ ഡിസ്ചാർജ് ആവശ്യപ്പെട്ട സമയത്തെ അവർ തന്നിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ആംബുലൻസ് വരെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു നമ്മൾ അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ഒരു മനുഷ്യനുമില്ല. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു അറവുശാലയാണ്. കാശ് മാത്രം മതി അവർക്ക്. മെയിനായിട്ട് വേണ്ട അതെ അതെ ഒന്ന് അവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷമാണ്, മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയതിന് ശേഷം മരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. പരാതി എല്ലാം റെഡിയാക്കി ഇന്ന് നമ്മൾ കൊടുക്കുകയാണ്, എല്ലാവർക്കും കൊടുക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷനെല്ലാം കേസ് കൊടുക്കാൻ തന്നെ, പോലീസിനും എല്ലാം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് അത് കൊടുക്കും. അഖിലിൻ്റെ കേസിൽ അവർ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്താണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ ഡോക്ടേഴ്സിനെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഒരു ഇതുമായിട്ടൊക്കെ വന്നിരിക്കുക. യഥാർത്ഥത്തിൽ അവിടെ ആദ്യം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസിനെ കൊണ്ടുവരുന്നത് അഖിലിൻ്റെ ഫാമിലിയിൽ നിന്നാണ്. ഇപ്പം അവർ ആ റിപ്പോർട്ടിൽ പറയുന്നത്, അവർ ഇന്നലെ അതിൻ്റെ ഒരു MD അവരുടെ ഒരു വാർത്ത ഇതിട്ടിരുന്നതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലീസിനെ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത്. ഇവർ ബഹളമാണെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവരെ അറസ്റ്റ് ചെയ്യത്തില്ലേ? അതൊന്നും നടന്നിട്ട് യഥാർത്ഥത്തിൽ ഇവർ നെഗ്ലിജൻസ്, 100% നെഗ്ലിജൻസ് ആണ്. ഒരു അപ്ഡേഷനും തരാണ്ട് ബഹളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറി മോനും പ്രമോദിൻ്റെ വൈഫും കൂടെ കയറിയിട്ട് 8:30 മണിക്ക് കാണുമ്പോഴും സംസാരിച്ച വ്യക്തിയാണ്. 2 പേരുടെ അടുത്ത് സംസാരിച്ച് ഞാൻ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ അതിനകത്ത് കയറി സംസാരിക്കുന്ന സൗണ്ട് കേട്ടിട്ട്, എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്, വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു വന്നു, ആളുണ്ട്, ചേട്ടനും വന്നു, ഇനി ഒരു ബ്രദറും കൂടെയാണ്, എല്ലാവരും പുറത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞത്. അവർക്ക് മെയിനായിട്ട് ഇൻഷുറൻസ് വഴി പേയ്മെൻറ്റ് കിട്ടണം. ഇത് ഡിസ്ചാർജ് ചോദിക്കുമ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ കൊണ്ടു തരുന്നത് ഇൻഷുറൻസിൻ്റെ പേപ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് അടയ്ക്കുന്നില്ല, നമ്മൾ ക്യാഷ് അടച്ച് പോകാനാണ് ഇരിക്കുന്നത്. ഇൻഷുറൻസിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അന്ന് വൈകുന്നേരമാവും. അതുവരെ എന്തായാലും നമുക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ക്യാഷ് അടയ്ക്കാനായിട്ട് പോയത്. അതെ, എല്ലാവരും കാണുമ്പോഴേ പറയുന്നത് ഇൻഷുറൻസ് ഉണ്ടോ, 2 ലക്ഷം രൂപയാവും, 4 ലക്ഷം രൂപയാവും എന്നാണ് അവർ ആദ്യമേ പറയുന്നത്. അമ്മേനോട് ആരോ ഒരാൾ, ആരാന്നൊന്നും അറിയത്തില്ല, കാരണം അമ്മ അവിടെ കരഞ്ഞിരിക്കുകയായിരുന്നു. അമ്മേനോട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലെ സ്റ്റാഫിൽ ആരോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ആരും ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അമ്മ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബില്ല് ഏതാണ്ട് 2 ലക്ഷം രൂപ അടുപ്പിച്ച് 2 ലക്ഷം രൂപയാവും, അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോയി. ട്രീറ്റ്മെൻ്റ് ഒന്നും ആയിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അതിന് മുന്നേ അവർ വന്നിട്ട് ഇൻഷുറൻസ് ഉണ്ടോ, 2 ലക്ഷം രൂപയാവും ബില്ലെന്നൊക്കെ വന്നിട്ട് ആദ്യമേ പറഞ്ഞിട്ട് പോവാണ്. ഇതവിടെ വരുന്ന ഇപ്പം എനിക്ക് തന്നെ കുറേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അവർക്ക് ഇതേപോലെ കുറേ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ ന്യൂസ് ഇപ്പോൾ തന്നെ വന്നായിരുന്നല്ലോ, അവിടെ തന്നെ ഇതേപോലെ നേരത്തെ ഏതൊരു നേഴ്സിൻ്റെ അച്ഛൻ ഒരു ആർമിയിൽ എങ്ങനെ ഉണ്ടാകുന്ന പുള്ളിക്കാരനെ പറ്റി ഇതേപോലെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അവർക്കുണ്ടായ എക്സ്പീരിയൻസിൻ്റെ ന്യൂസ് ഞാനിന്ന് രാവിലെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അവിടെ. ഇതൊന്നും പുറത്തറിയുന്നില്ല, പ്രതികരിക്കാത്തല്ല, ഇതൊന്നും അവർ അറിയാതെ ഒതുക്കുകയാണ് അല്ല. ഇത് നമ്മളുടെ അടുത്തൊന്നും അത് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഏതെങ്കിലും രീതിക്ക് കുരുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. പിന്നെ ഇതിൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല, കാരണം ഈ കോർപ്പറേറ്റിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. സർക്കാരായാലും ശരി, ഏതായാലും അവരുടെ സൈഡിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ അതിൽ നമ്മൾ ചെയ്യാം എന്നുള്ള ഒരു 4 പേര് ഇതൊന്നും അറിഞ്ഞിട്ട് അവിടെ പോകാണ്ടിരിക്കുന്നതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ ഉള്ളവരുടെ ജീവനെങ്കിലും രക്ഷപ്പെടും. അതെങ്കിലും അത്രയും പേരൊന്നും അറിഞ്ഞാൽ മതി. അല്ലാണ്ട് എനിക്കിപ്പം അവിടെ നിന്ന് അവരുടെ നിന്ന് പൈസ കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു സാധനം ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയാം, അവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നൊരു 4 പേര് അറിയാം.
അവരവിടെ പോകാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലത്. അപ്പം എനിക്കിപ്പോൾ ഹോസ്പിറ്റലിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഒന്നും കിട്ടാനില്ല. കാരണം ഇതിനു മുന്നേ ഇപ്പം ഞാൻ അവർക്കൊരു ബാഡ് നെയിം ഉണ്ടാക്കാൻ നോക്കുകയാണെന്നൊരു പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേ അമ്മയുടെ സഹോദരൻ അവിടെ വന്നിട്ടുണ്ട്, അമ്മൂമ്മയ്ക്ക് അറ്റാക്ക് വന്നപ്പോൾ അവിടെ പോയിട്ടുണ്ട്, അച്ചാച്ചൻ്റെ ട്രീറ്റ്മെൻറ്റിന് അവിടെ പോയിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മൾ പോയിട്ടും വേണമെങ്കിൽ അന്ന് കുറ്റം പറയാമായിരുന്നല്ലോ. ഇപ്പം ഇത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ റീസൺ ഉണ്ട്. നമ്മൾ മാത്രമാണ് കുറ്റം പറയുന്നതെങ്കിൽ ഓക്കെ പറയാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചുമ്മാ അവർക്ക് എതിരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ഇഷ്ടംപോലെ പേർക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആ അഖിലിൻ്റെ ഫാമിലി തന്നെ അവിടെ ഫ്രണ്ടിൽ താഴെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എത്ര പേരാണ് അതിനകത്ത് വന്നിട്ട് അവരുടെ സൈഡ് പറയുന്നതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഉള്ളവർക്ക് തന്നെ ഇത്രയും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് പക്ഷേ അവിടെ നിന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് അവരവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ ഫസ്റ്റ് ബില്ല് നമുക്ക് 28 സംതിങ്ങിനെ തന്നത്, അതടയ്ക്കാൻ ചെന്നിട്ടാണ് നമ്മൾ അടയ്ക്കാണ്ട് തിരിച്ച് കയറി വന്നത്. അത് കഴിഞ്ഞ് ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 38,000 തന്നു. പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഒരു ഫിനാൻസ് ഓഫീസർ എന്നാണ്ട് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വന്നിട്ട് പറയണം, മോനെ ഇപ്പോൾ പൈസ അടയ്ക്കണ്ട, നമ്മൾ ബോർഡ് റിലീസ് ചെയ്യുവാണ്, പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്താൽ മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിടുക, മറ്റൊരു കേസ് ഇഷ്യൂ ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഈ 2 കേസ് അവിടെ നടക്കാതിരിക്കാനായിട്ട് അതിൻ്റെ ചതി നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മൾ ഈ ടെൻഷനിൽ അവിടെ നിന്ന് റിലീസ് ചെയ്ത് വരിക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്താ 5 സ്റ്റാർ ഫെസിലിറ്റി ആയിരുന്നു എന്നറിയാം. ആൾ മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് അവർ ആംബുലൻസിൽ കയറ്റി വിടാൻ വരെ കാണിച്ച വെപ്രാളവും കുറേ സെക്യൂരിറ്റീസ് വന്നിട്ട്. ഇതിനു മുന്നേ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അച്ചാച്ചനും അമ്മയും അമ്മൂമ്മയൊക്കെ അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു എന്ന്. അപ്പം അവിടെ ഇതിനു മുന്നേ അമ്മ അഡ്മിറ്റഡ് ആയിരുന്ന സമയത്തും ഇൻഷുറൻസ് അപ്രൂവ് ആകാത്തത് കൊണ്ട് മാത്രം നമ്മളൊരു ദിവസം അവിടെ എക്സ്ട്രാ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ചാച്ചൻ്റെ സമയത്തും അച്ചാച്ചൻ അവിടെ നിന്ന സമയത്തും ഇതേപോലെ നമ്മൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാത്തതിന് ആംബുലൻസ് എടുത്തപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് മുന്നേ ചെയ്യണമായിരുന്നു. പേയ്മെൻറ്റ് ഇവിടുത്തെ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ അവിടെ 2 സംഭവങ്ങൾ ഇപ്പം അങ്ങനെ പറഞ്ഞ പോലെ സൈമിൾട്ടേനിയസ്ലി നടക്കുവാണ്. അവർക്ക് നമ്മളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് വിടണം. അപ്പോൾ അവർക്ക് ഒരു കാര്യം ഡീൽ ചെയ്താൽ മതിയല്ലോ. ഇത് നമ്മളപ്പോൾ ഓർക്കുന്നില്ല. നമ്മളപ്പോഴത്തേക്കും ഞാൻ താഴെ ചെന്നപ്പോഴത്തേക്കും ബില്ലൊന്നും ഇപ്പോൾ അടയ്ക്കേണ്ട മോനെ, നീ പോയി ബാക്കി കാര്യങ്ങൾ നോക്ക്, നമുക്ക് പിന്നെ ബില്ലിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് അവിടെ കൊണ്ടുവരുന്ന ഒരു ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർ തന്നെ ആംബുലൻസ് വിളിക്കുന്നു. ഫുൾ എല്ലാം ഭയങ്കര ഒരു 10 മിനിറ്റിനകത്ത് എല്ലാം കഴിഞ്ഞ് ആംബുലൻസിൽ കയറ്റി ഇവർ നമ്മളെ വീട്ടിലേക്ക് വിട്ടു. നമ്മളപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ ആ ഒരു മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി, ഒന്ന് കൊണ്ടുവന്നാൽ മതി എന്നുള്ളതിൽ നമ്മളിറങ്ങി വരികയും ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ഇപ്പം തന്നെ ഇത് ഇന്നലെ അവൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ സ്ട്രൈക്കാണ് ഇങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അഖിലിൻ്റെ ഫാമിലി ഈ നമ്മളിത്രയും, ഞാനിത് പ്രിവിലേജ് ആയിട്ടൊന്നും അല്ല പറയുന്നത്, ഈ നമ്മളിത്രയും ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തു എന്നുള്ളത്. ഈ അഖിലിൻ്റെ ഫാമിലീന് അഖിലിൻ്റെ ബോഡി ഒന്ന് റിലീസ് ചെയ്ത് കിട്ടാനായിട്ട് അവിടെ കിടന്ന് അവർക്ക് അവർക്ക് സഹിക്കേണ്ടി വന്ന എന്തൊക്കെയാണെന്ന് ഇന്നലെ വന്ന ന്യൂസുകളൊക്കെ ഒന്നെടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ അവരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു രീതിയിലാണ്. കാരണം നമ്മളും കൂടി ഇനി അവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാവണം അവർ നമ്മളെ ഇത്രയും ഒരു ഇങ്ങനെ ഈ ആളവിടെ ജീവനായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരുടെ പുറകെ നടന്ന് കാല് പിടിക്കുമായിരുന്നു. ഡെത്തായതിന് ശേഷം ഭയങ്കര അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര 5 സ്റ്റാർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്കവിടെ. എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു. 2-3 ആൾക്കാർ അമ്മയെ പിടിക്കാൻ വരുന്നു, വെള്ളം എടുത്തുകൊണ്ട് വരുന്നു, എനിക്ക് കസേര എടുത്തുകൊണ്ട് ഇട്ട് വരുന്നു, എന്നെ ഇരുത്തിക്കുന്നു, വെള്ളം കൊണ്ടുവരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നേരം ഇവർക്ക് തിരിഞ്ഞ് നോക്കാൻ വയ്യായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം, ഒന്ന് പുറത്ത് പോയാൽ അവർക്ക് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നുള്ള രീതിക്ക് ഇവർ ബില്ലടയ്ക്കണ്ട, നേരെ ഇറങ്ങിയാൽ മതി. ആംബുലൻസ് അവർ വിളിച്ചു തരുന്നു, ആംബുലൻസിന് പൈസ കൊടുക്കണ്ട, ആംബുലൻസിന് പിന്നെ പേയ്മെൻറ്റ് ചെയ്തൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതിന് മുന്നേ നേരത്തെയൊക്കെ നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആംബുലൻസിന് പൈസ കൊടുത്തില്ല, അച്ഛനെ ഇറക്കുന്നു, ആംബുലൻസിൽ കയറ്റുന്നു, നേരെ വീട്ടിലേക്ക് വിടുന്നു, നമ്മളെ അതിൻ്റെ കൂടെ ഇറക്കി വിടുന്നു. അതേ സെയിം സാധനം അഖിലിന് നടന്നപ്പോഴത്തേക്കും നേരെ തിരിച്ചായിരുന്നു. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിൽ കൊണ്ടുവരുമെന്നല്ല ഞാൻ പറയണം. അതിന് അവരുടെ ഹിഡൻ അജണ്ട ഇങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ഡീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവരുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ അവർക്ക് ഇത്രയും പ്രിവിലേജ് നമുക്ക് തന്നെ ഇറക്കി വിടേണ്ട കാര്യമില്ലായിരുന്നല്ലോ.